പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവിൽ ആദ്യത്തെ സ്റ്റോറി ലൈൻ റോമൻ ചെയ്യാൻ പോകുന്നത് ആർക്കെതിരെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു റൂമർ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റും രണ്ടാമത്തേത് ബെക്കി ലഞ്ചിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചും അവസാനത്തേത് കോഡി റോഡ്സ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള മത്സരമാണോ ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ എന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു റൂമർ അപ്ഡേറ്റുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിൻ്റെ ആരാധകനാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റോമൻ റെയിൻസിൻ്റെ റിട്ടേണിനോട് അനുബന്ധിച്ച് റോമൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ റോമൻ റെയിൻസ് ചെയ്യാൻ സാധ്യത ഉള്ളതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇന്നലെ ഞാൻ ഒരു വീഡിയോയിൽ പങ്കുവച്ചിരുന്നു. അത് സെത്തിനെതിരെയുള്ള ഒരു സ്റ്റോറി വരുന്നതിൻ്റെ സൂചന ആയിരുന്നു. അതേ ഒരു ട്വിറ്റർ ഹാൻഡിൽ ഇന്ന് കൂടുതൽ റോമൻ റെയിൻസിൻ്റെ അപ്ഡേറ്റ്സ് പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊരു ട്വീറ്റ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: റോമൻ റെയിൻസ് തിരികെ വരുന്നത് അദ്ദേഹത്തിൻ്റെ ടോപ്പ് സ്റ്റാർ പൊസിഷൻ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ രാജ്യം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്ന് കുറച്ച് ആളുകൾ അത് പുറത്താക്കപ്പെട്ടു, കുറച്ച് ആളുകൾ പുതുതായി വന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് ആ ഫാമിലിക്കുള്ളിലെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് തീർക്കണം. അതിന് പഴയ തൻ്റെ ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ ഒപ്പം നിൽക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് റോമൻ റെയിൻസിൻ്റെ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനെ മെൻഷൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ട്വീറ്റാണ് നമുക്ക് ഏറ്റവും അവസാനമായി കാണാൻ സാധിച്ചത്. കൂടാതെ റോമൻ റെയിൻസ് ചാമ്പ്യൻഷിപ്പുമായി നിൽക്കുന്ന ഒരു ഗിഫും ഈ ഒരു ട്വിറ്റർ ഹാൻഡിൽ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ റോമൻ തിരികെ വന്നാൽ ആദ്യം ചാമ്പ്യൻഷിപ്പിന് പിറകെ പോകുന്നതിന് പകരം ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈൻ ആയിരിക്കും ആദ്യം ചെയ്യുക എന്നും അദ്ദേഹത്തിൻ്റെ മുൻ മെമ്പേഴ്സായ ജെ ഊസോ, സാമി സെയിൻ, ജിമ്മി ഊസോ ഇവരെല്ലാം റോമൻ റെയിൻസ് ആ ബ്ലഡ് ലൈൻ്റെ ഒരു സ്റ്റോറി ചെയ്യുന്ന സമയത്ത് റോമൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നും ഈ ഒരു ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോമൻ്റെ ബ്ലഡ് ലൈനും സോളോയുടെ ബ്ലഡ് ലൈനും തമ്മിലുള്ള സ്റ്റോറി ആയിരിക്കും റോമൻ്റെ ആദ്യ സ്റ്റോറി ലൈനായി നടക്കാൻ പോകുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൂടാതെ ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ബ്ലഡ് ലൈൻ്റെ ഒരു സെഗ്മെൻറ്റ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് വളരെ ഫണ്ണായിട്ടുള്ള സെഗ്മെൻ്റ് ആയിരിക്കും എന്നുള്ളതും ഈ ഒരു ട്വിറ്റർ ഹാൻഡിൽ ഇപ്പോൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ബെക്കി ലഞ്ചിനെ സംബന്ധിച്ചാണ്. ബെക്കി ലഞ്ചും WWE തമ്മിലുള്ള കോൺട്രാക്റ്റ് ജൂൺ 1-ാം തീയതി അവസാനിക്കാൻ പോകുകയാണ്. നിലവിൽ ബെക്കി ലഞ്ച് കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല. കോൺട്രാക്റ്റ് പുതുക്കിയതിനെ സംബന്ധിച്ചുള്ള യാതൊരുവിധ വാർത്തയും പുറത്തേക്ക് വന്നിട്ടില്ല. ബെക്കി ലഞ്ച് കോൺട്രാക്റ്റ് പുതുക്കാൻ തന്നെയാണ് സാധ്യത ഉള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും ഔദ്യോഗികമായി അത്തരത്തിലുള്ള വാർത്തകളൊന്നും പുറത്തേക്ക് വരാത്തതുകൊണ്ട് തന്നെ ബെക്കി എടുക്കാൻ പോകുന്ന തീരുമാനത്തെ സംബന്ധിച്ച് ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുകയാണ് ആ ഒരു ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബെക്കി ലഞ്ചിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ലേറ്റസ്റ്റായി അറിയാൻ സാധിച്ചിരിക്കുന്നത് റോ എപ്പിസോഡിലെ മത്സരം കഴിഞ്ഞതിന് ശേഷം ബെക്കി ലഞ്ച് പങ്കുവച്ച ആ ഒരു ട്വീറ്റായിരുന്നു. ഇനിയും തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട ആ ഒരു ട്വീറ്റ്, ബാക്ക് സ്റ്റേജിൽ നടന്നു പോകുന്ന ആ ഒരു പിക്ചർ. അതിനുശേഷം ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റൂമേഴ്സ് പ്രകാരം ബെക്കി ലഞ്ചിന് ഇപ്പോൾ ഈ ഒരു ലീവ് അല്ലെങ്കിൽ ബെക്കി ലഞ്ച് എടുക്കുന്ന ഈ ഒരു ലീവ് അത് വളരെ നീണ്ട ഒരു ലീവായിരിക്കും എന്നുള്ളതും ബെക്കി ലഞ്ചിൻ്റെ റെസ്ലിംഗിലേക്കുള്ള ഒരു തിരിച്ചുവരവ് അത് WWE തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നീണ്ട ഈ ഒരു ലീവ് എടുക്കുന്നത് ചിലപ്പോൾ ബെക്കി ലഞ്ച് ഹോളിവുഡ് സിനിമയിലെ ചില റോളുകൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാമെന്നും അല്ലെങ്കിൽ ചില ടെലിവിഷൻ ഷോസിലെ ചില ആങ്കർ റോളുകൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നുള്ളത് ഒരു റൂമർ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഒന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ബെക്കി ആദ്യം ഫാമിലിക്കൊപ്പം സമയം ചിലവഴിക്കാനായിരിക്കും സമയം കണ്ടെത്തുക എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ സെത്തിന് ഹാപ്പി ബർത്ത്ഡേ ഇട്ടുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിലും താൻ വീട്ടിലേക്ക് വരികയാണ് എന്നുള്ള ഒരു അഭിപ്രായം ബെക്കി കുറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ബെക്കി ആദ്യം ഫാമിലിക്കൊപ്പം കുറച്ചധികം സമയം ചിലവഴിക്കുന്നു. പിന്നീട് ആ താരം ഹോളിവുഡ് സിനിമയിലേക്കും അതുപോലെ തന്നെ TV-യിലെ റോളുകളിലേക്കും തിരിയുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അടുത്ത വർഷത്തെ റോയൽ റംബിൾ അതുപോലെ തന്നെ റസൽമേനിയ സീസണോട് അനുബന്ധിച്ചായിരിക്കാം പിന്നീട് ബെക്കിയുടെ ആ ഒരു മാസ് റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കുക. ബെക്കി ലഞ്ച് തിരികെ വരുമ്പോൾ ഇപ്പോൾ നിലവിൽ ബെക്കി ലഞ്ചിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് റോ ബ്രാൻഡിൽ അവർ കാണിച്ചിട്ടുള്ളത് മുൻ NXT ചാമ്പ്യനായ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലേക്ക് എത്തിയ ലൈറ വാൽക്കിരിയെയാണ്. ആ ലൈറയ്ക്കെതിരെ ബെക്കിയുടെ ഒരു സ്റ്റോറി ചിലപ്പോൾ നടന്നേക്കാം എന്നുള്ളൊരു റൂമറും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ബെക്കി ലഞ്ചിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് ചില സ്റ്റോറി ലൈനുകളും ഇപ്പോൾ തന്നെ ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഭാവിയിൽ എങ്ങനെ കാര്യങ്ങൾ അതിലേക്ക് എത്തുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഈ ഒരു സ്റ്റോറി നടക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും നിലവിൽ ബെക്കി ലഞ്ച് ഒരു നീണ്ട ഇടവേള WWE നിന്ന് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. മൂന്നാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലെ എതിരാളി
സോളോ സിക്കോവ ആയിരിക്കുമോ എന്നുള്ള ഒരു റൂമറിനെ സംബന്ധിച്ചാണ്. നിലവിൽ പുറത്തേക്ക് വരുന്ന വാർത്തകളിൽ സോളോയും കോഡിയും തമ്മിലുള്ള ഒരു മത്സരം ക്ലാഷ് അറ്റ് ദി കാസ്റ്റിലിൽ നടക്കുകയും ബ്ലഡ് ലൈനിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സെഗ്മെൻറ്റ്, ഒരു ആംഗിൾ ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഈ മാച്ചിനിടയിൽ സംഭവിക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് കോഡിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സോളോ പുതിയ ചാമ്പ്യൻ ആകും എന്നല്ല, ബ്ലഡ് ലൈനിലേക്ക് പുതിയ മെമ്പറോ അല്ലെങ്കിൽ ബ്ലഡ് ലൈനിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ആംഗിളോ അത് നടക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിൽ കോഡി റോഡ്സ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ്. ഈ മത്സരം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗണിൽ നമുക്ക് കോഡിയുടെ എതിരാളിയെ കണ്ട് തന്നെ അറിയേണ്ടി വരും. സോളോ സിക്കോവയാണെങ്കിൽ അത് താൻ റോമൻ റെയിൻസിന് വേണ്ടിയിട്ട് റിവെഞ്ച് എടുക്കാനാണ് കോഡിയെ ചലഞ്ച് ചെയ്യുന്നത് എന്നുള്ള ഒരു കാരണം വെച്ചിട്ട് അദ്ദേഹത്തിന് കോഡിക്കെതിരെയുള്ള ഒരു ചലഞ്ച് പ്രഖ്യാപിക്കാനും സാധിക്കും. കോഡിയാണെങ്കിൽ ഏത് എതിരാളി വന്നാലും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിൽ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യുകയും മത്സരം ക്ലാഷ് അറ്റ് ദി കാസ്റ്റിലിൽ നടക്കാനും സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കോഡി വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള മത്സരത്തിന് എത്ര കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ട് അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.